പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളതിൽ ഇപ്പം നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ റൂദർഫോർഡ് ആറ്റം മോഡൽ ബോർ മോഡലാക്കി മാറ്റണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വേവ് തിയറി. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വേവ് തിയറിക്ക് മെറിറ്റ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു മെറിറ്റ്? ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു അല്ലേ? പക്ഷെ അതേസമയം 4 ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻ? പറയൂ. നമ്പർ 1, ഇറ്റ് കോണ്ട് എക്സ്പ്ലെയിൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നമ്പർ 2, എന്തായിരുന്നു? ഇറ്റ് കോണ്ട് എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ? പിന്നെ ഹീറ്റ് കപ്പാസിറ്റിയും ടെമ്പറേച്ചറും റിലേഷൻഷിപ്പ് പറയാൻ പറ്റിയില്ല. പിന്നെ 4മത്തെ എന്തായിരുന്നു ലിമിറ്റേഷൻസ്? അറ്റോമിക് സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നു എന്താണ് ഇതൊക്കെ, എങ്ങനെയാണ്, എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് 1 ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റിയിട്ട്. എന്താണ് ഈ ബ്ലാക്ക് ബോഡി? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബ്ലാക്ക് ബോഡി. ഇപ്പം നോക്കൂ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അയൺ ബാർ ഹീറ്റ് ചെയ്യാണ്, ഒരു ഇരുമ്പ് ദണ്ട് ചൂടാക്കുന്നു. എന്താ ഒബ്സർവേഷൻ ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. എന്താ ഒബ്സർവേഷൻ? നമ്മൾ ചൂടാക്കുമ്പോൾ ആദ്യം ഹീറ്റ് കൊടുത്തപ്പോൾ അത് അയൺ ബാർ ചുവന്ന കളറായി ആയില്ലേ? പിന്നെയും നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ വീണ്ടും നല്ല കടും ചുവപ്പായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായത്? അത് വൈറ്റായി, പിന്നെ ബ്ലൂ കളറായിട്ട് ബിക്കംസ് ബ്ലൂ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പോൾ അങ്ങനെ ഒരു നോക്കൂ, നമ്മൾ റെഡിൽ നിന്ന് വയലറ്റിലേക്ക് ഒരു കളർ ചേഞ്ച് നമുക്ക് കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനർജി ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടെ എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ ആ ബോഡിയിൽ നിന്നും എല്ലാ റേഡിയേഷൻസും എമിറ്റ് ചെയ്യുന്നതായി നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ എല്ലാ റേഡിയേഷനെയും എമിറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യാൻ കഴിവുള്ള പെർഫെക്റ്റ് ബോഡിയെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എൻ ഐഡിയൽ ബോഡി വിച്ച് എമിറ്റ് and absorb radiations of all frequency uniformly is called black body. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ബോഡി അതിന് എല്ലാ റേഡിയേഷനും എല്ലാ ഫ്രീക്വൻസിയെയും അബ്സോർബ് ചെയ്യാനും പറ്റും. അതിന് ഹീറ്റ് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫ്രീക്വൻസിയിലെ റേഡിയേഷനെയും എമിറ്റ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ ബോഡീസിനെ പറഞ്ഞ പേരാണ് ബ്ലാക്ക് ബോഡി. ഈ ബ്ലാക്ക് ബോഡി എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നത് എന്ന് പറയാൻ മാക്സ്വെൽ തിയറിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനും അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പഠിക്കണം. പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി പഠിച്ചേ പറ്റുള്ളൂ. അത് തിയറി പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെയും അതുപോലെ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും നമുക്ക് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്താണ് ഈ ക്വാണ്ടൈസേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. ഇത് പ്ലാങ്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറിയാണ്. നിങ്ങൾക്ക് പ്ലാങ്കിനെ അവിടെ കാണാം. നമ്മളെ പ്ലാങ്കിന് നോബൽ പ്രൈസ് കിട്ടിയത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എക്സ്പ്ലെയിൻ ചെയ്തതിനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി, എവിടെയാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാങ്ക് ക്വാണ്ടം തിയറി ഉണ്ടാക്കിയത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെയും ബ്ലാക്ക് ബോഡി റേഡിയേഷനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാങ്ക് ക്വാണ്ടം തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ വാട്ട് ആർ ദി മെയിൻ പോയിന്റ്സ് ഓഫ് പ്ലാങ്ക് ക്വാണ്ടം തിയറി? സോ അക്കോർഡിംഗ് ടു പ്ലാങ്ക്, നമ്പർ 1 നോക്കൂ, ദ റേഡിയൻ്റ് എനർജി എമിറ്റഡ് ഓർ അബ്സോർബ് നോട്ട് കണ്ടിന്യൂസ്ലി, പിന്നെ എങ്ങനെയാണ്? ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, പ്രകൃതിയിലെ ഏത് എനർജിയെ ആയിക്കൊള്ളട്ടെ അത് എമിറ്റ് ചെയ്യുന്നതും
എമിറ്റ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതും ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടല്ല എന്നാണ് പ്ലാങ്ക് കണ്ടെത്തിയത്. ഇപ്പം നോക്കൂ, നമ്മളെ കണ്ണിലേക്ക് ലൈറ്റ് റേഡിയേഷൻ വരുന്നുണ്ട്, നമുക്ക് തോന്നുന്നുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകി വരികയാണെന്ന് തോന്നും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അതിൽ എന്താ ഉണ്ടാവുക, ഈ റേഡിയേഷനിൽ സ്മോൾ പാക്കറ്റുകളായിട്ടാണ്, ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, എന്നിട്ടാണ് അടുത്ത പാക്കറ്റ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്നാണ് പ്ലാങ്ക് പറയുന്നത്. ഒരിക്കലും എനർജി, ഏത് ഫോം ഓഫ് എനർജി ആയിക്കൊള്ളട്ടെ, അത് എമിറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്ന ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈച്ച് പാക്കറ്റ് ഈസ് നോൺ ആസ് ക്വാണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ പാക്കറ്റിനെയും ക്വാണ്ട എന്ന് പറയുന്നു. ലൈറ്റിൻ്റെ കേസിൽ നമ്മൾ അതിനെ ഫോട്ടോൺ എന്നാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോൺ. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ. നമ്പർ 2, ഈച്ച് ക്വാണ്ട ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. അദ്ദേഹം പറയുന്നു ഓരോ ക്വാണ്ടയുടെ കയ്യിലും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഈച്ച് ക്വാണ്ട ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നു ഓരോ ക്വാണ്ടയുടെ കയ്യിലുമുള്ള എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ശ്രദ്ധിക്കുക, ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചായിരിക്കും, അതിന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും ഓരോ ക്വാണ്ടയുടെ കയ്യിലുമുള്ള എനർജി. ഈ പ്രപ്പോർഷണൽ ടു ന്യൂ ഓർ ഇ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് റിലേഷൻഷിപ്പ് ഇസ് നോൺ ആസ് Planck's relationship. E is equal to h nu, where h is Planck's constant, nu is the frequency of radiation. H, the value of h is equal to 6.626 into 10 raised to minus 34 joule second ആണ് എന്ന് ജൂള് പറയുന്നു. സോ ദിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് Planck's relationship. So the relationship between energy and frequency is known as dash. It is known as Planck's relationship. It is E is equal to h nu, h is equal to, it is a Planck's constant. കൃത്യമായിട്ട് അപ്പോൾ ഓരോ ക്വാണ്ടയുടെ കയ്യിലും h nu എനർജി ഉണ്ടാവും എന്നാണ് പ്ലാങ്ക് പറയുന്നത്. കാര്യം മനസ്സിലായിട്ടുണ്ടാവും. Next point is a body can emit or absorb energy only in terms of integral multiple of quantum. അത് പറയുന്നത് E is equal to NH nu ആയിരിക്കും. അപ്പോൾ ഓരോ പാക്കറ്റിൻ്റെയും എനർജി ഇപ്പോൾ നോക്കൂ, ഈ സ്മോൾ പാക്കറ്റിൻ്റെ എനർജി 1h nu ആവാം, ഈ രണ്ടാമത്തെ പാക്കറ്റിൻ്റെ എനർജി 3h nu ആവാം, മൂന്നാമത്തെ പാക്കറ്റിൻ്റെ എനർജി 5h nu ആവാം. പക്ഷേ അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 2 3 4 അങ്ങനെ ആവാം. പക്ഷെ ഒരിക്കലും ഒരു ഫ്രാക്ഷണൽ വാല്യൂസ് ആവാൻ പറ്റില്ല. 1.1 എന്നുള്ളൊരു പാക്കറ്റിലെ എനർജി ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ട് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്, ഡിസ്കണ്ടിന്യൂറ്റി വേണം. ഇവിടെ 1 കഴിഞ്ഞാൽ 1.0001 എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് വരില്ലേ? 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്കുള്ള ഫ്രാക്ഷൻ നമ്പേഴ്സ് വന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വരില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് E is equal to NH nu ആയിരിക്കും, എന്നിൻ്റെ വാല്യൂ 1 2 3 4 എക്സെട്ര ആയിരിക്കും, ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h nu ആയിരിക്കും എന്നാണ് പ്ലാങ്ക് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസ് ഇറങ്ങുന്ന ഒരാൾ ആലോചിച്ച് നോക്കൂ. ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഇടയ്ക്ക് കയറിയൊക്കെ നിൽക്കാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പിൽ പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും, അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ വേറെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കൊരു ആ പൊട്ടൻഷ്യൽ എനർജി കണ്ടിന്യൂസ് അല്ലല്ലോ അവിടെ വരുന്നത്. അത് ഒന്ന് ഓർമ്മിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് നമ്മൾ
പാക്കറ്റ്സ് ഓഫ് എനർജി വരുന്നത് ഒരിക്കലും കണ്ടിന്യൂസ് അല്ല. ഇതാണ് മെയിൻ പോയിന്റ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോറിനെ ഒരു കൃത്യമായ ആ ഇലക്ട്രോണിൻ്റെ കൃത്യമായ ഡെഫിനിറ്റ് പാത്ത് ഉണ്ട് എന്ന് പറയാൻ സഹായിച്ചത് പ്ലാങ്കിൻ്റെ ഈ ക്വാണ്ടം തിയറിയാണ്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ ക്വാണ്ടം തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർമ്മിക്കുക, പ്ലാങ്ക് പറയുന്നത് എന്താണ്? പ്രകൃതിയിലെ ഏത് ഫോം എനർജി ആയിക്കൊള്ളട്ടെ, അത് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടല്ല എമിറ്റ് ചെയ്യുന്നതും അബ്സോർബ് ചെയ്യുന്നതും, അത് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് അവിടെ എന്നുള്ള വലിയൊരു പോയിൻ്റാണ് നമുക്കിവിടെ മനസ്സിലായത്. ഓക്കെ, ഇപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. വാട്ട് ആർ ദി മെയിൻ പോയിൻറ്റ്സ് ഓഫ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അടുത്ത നമുക്ക് നമ്മളുടെ പ്ലാങ്കിൻ്റെ എനർജി റിലേഷൻഷിപ്പ് വെച്ച് പ്രോബ്ലം ചെയ്യാം. അപ്പം നെക്സ്റ്റ് നോട്ടിൽ എഴുതാം പ്രോബ്ലംസ്. അതിൽ താഴെ എഴുതിക്കോളാം ഇക്വേഷൻസ് ടു ബി റിമെമ്പേർഡ്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഇക്വേഷൻ ഒന്നാമത്തെ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, പ്ലാങ്ക്സ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം ന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? സി ബൈ ലാംഡ. ഇത് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. അപ്പോൾ നോക്കൂ, ലാംഡ കൂടും തോറും എനർജി പാക്കറ്റ്, ആ ക്വാണ്ടിറ്റിയുടെ എനർജി കുറയാണ് ചെയ്യുന്നത്. എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അടുത്ത ഇക്വേഷൻ നോക്കൂ, നമുക്കറിയാം 1 ബൈ ലാംഡ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂ ബാർ. അപ്പോൾ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു സി ഇൻറ്റു 1 ബൈ ലാംഡ എന്നെഴുതി. ഈ 1 ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ബാർ ആണ്. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു എച്ച് സി ഇൻറ്റു ന്യൂ ബാർ. നല്ലോണം ഓർമ്മിക്കാം. ഇപ്പോൾ വേവ് നമ്പർ കൂടും തോറും എനർജി കൂടുകയാണ് ചെയ്യുന്നത്. സോ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്, എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് നമ്പർ. ഇത് കൃത്യമായിട്ട് ഒരു ബോക്സിലാക്കി എഴുതി വെക്കണം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. Calculate the energy of photon of light having a frequency of 2 into 10 raised to 8 second inverse. അപ്പോൾ തന്നിരിക്കുന്ന കാര്യം നമുക്ക് ഫ്രീക്വൻസി നമുക്കറിയാം ന്യൂ ഇസ് ഈക്വൽ ടു 2 into 10 raised to 8 second inverse ആണ്. Then we have to calculate what is E. So E is equal to H nu. Okay. So just substitute the values. So 6.626 into H in the value 6.626 into 10 raised to minus 36 into 2 into 10 raised to 8 second inverse. ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ചെയ്ത് നോക്കണം. 1.326 ഇൻറ്റു 10 റേസ് ടു മൈനസ് 25 ജൂൾ എന്ന് നമുക്ക് ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കണേ, കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. സോ ഈസ് ഈക്വൽ ടു 1.326 ഇൻറ്റു 10 റേസ് ടു മൈനസ് 25 ജൂൾ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഒരു ഫ്രീക്വൻസി 2 ഇൻറ്റു 10 റേസ് ടു 8 സെക്കൻഡ് ഇൻവേഴ്സ് ആണ് എങ്കിൽ ആ പാക്കറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയുമായിരിക്കും. നമുക്ക് മനസ്സിലായി? ഓക്കെ. സോ രണ്ടാമത്തെ പ്രോബ്ലം, in the infrared region of atomic spectrum of hydrogen a line is obtained at 3802 centimeter inverse. Calculate energy of this photon. So ഈ പ്രോബ്ലത്തിൽ എന്താ തന്നുള്ളത്? ഹൈഡ്രജൻ ഒബ്റ്റെയിൻ ചെയ്തത് 3802 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്തിൻ്റെ യൂണിറ്റ് ആണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂ ബാറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പം ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 3802 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. കാൽക്കുലേറ്റ് എനർജി ഓഫ് ദിസ് ഫോട്ടോൺ. അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോണിൻ്റെ എനർജി എത്രയായിരിക്കും? നമുക്കറിയാം എനർജിയും വേവ് നമ്പറും തമ്മിൽ റിലേഷൻഷിപ്പ് HC ഇൻറ്റു ന്യൂ ബാർ ആണ്. ഓക്കെ. സോ H is equal to നമുക്കറിയാം വാല്യൂ 6.626 ഇൻറ്റു 10 റേസ് ടു മൈനസ് 34 ഇൻറ്റു 3 ഇൻറ്റു 10 റേസ് ടു 8 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 3802 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ. സോ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ 3 ഇൻറ്റു 10 റേസ് ടു 8നെ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യുന്നു. സോ 3 ഇൻറ്റു 10 റേസ് ടു 10 സെൻറ്റിമീറ്റർ, കാരണം ഇവിടെ സെൻറ്റിമീറ്ററിൽ തന്നതുകൊണ്ട് നമ്മൾ അതിനെ ഈ സിയുടെ വാല്യൂവിനെ സെൻറ്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. സോ 3802
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 7.56 ഇൻറ്റു 10⁻⁻20 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എഴുതി, സിയുടെ വാല്യൂ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ 3802 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് 1 mole ഓഫ് ഫോട്ടോൺ ഓഫ് റേഡിയേഷൻ ഹൂസ് ഫ്രീക്വൻസി ഈസ് 5 ഇൻറ്റു 10⁻14 ഹേർട്സ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിട്ടുണ്ട് ന്യൂ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻14 ഹേർട്സ് എന്ന് തന്നിട്ടുണ്ട്. സോ 1 മോൾ ഫോട്ടോണിൻ്റെ എനർജി എത്രയായിരിക്കും നമുക്കറിയാം, E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ് അല്ലേ. അപ്പോൾ 1 മോൾ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും വരിക, ഇൻറ്റു അവോഗാഡോ നമ്പർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം എനർജി ഓഫ് 1 മോൾ ഓഫ് ഫോട്ടോൺ ഇസ് ഈക്വൽ ടു 6.626 ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം, 10⁻⁻34 ഇൻറ്റു 5 ഇൻറ്റു 10⁻14 ഇൻറ്റു അവോഗാഡോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 എന്നെഴുതാം. മനസ്സിലായിട്ടുണ്ടായിരിക്കും. 1 മോളിൻ്റെ എച്ച് ന്യൂ ആണ്. സോ n മോൾ നമ്പർ 1 മോളിൻ്റെ ആകുമ്പോൾ നമുക്ക് 6.6, n മോൾസിൻ്റെ ആകുമ്പോൾ നമുക്ക് 6.626 10⁻34 ഇൻറ്റു 5 ഇൻറ്റു 10⁻14 ഇൻറ്റു ഇത് 1 മോളിൻ്റെ എച്ച് ന്യൂ. അപ്പോൾ 1 മോളിൻ്റെ ഇൻറ്റു അവോഗാഡോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 199.51 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. കിട്ടിയിട്ടുണ്ടാവും. കാൽക്കുലേഷൻ ചെയ്യണേ. So the answer is 199.51 kilojoule per mole. അടുത്ത ക്വസ്റ്റ്യൻ, a 100-watt bulb emit monochromatic light of wavelength 400 nanometer. Calculate the number of photon emitted per second by the bulb. എന്താ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായത്? ഒരു 100 watt ബൾബ് നമ്മളെ കയ്യിലിടാൻ, എനർജി എന്ന് പറഞ്ഞാൽ 100 watt ബൾബാണ്. അതിന്ന് എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയേഷൻ്റെ വേവ് ലെങ്ത് 400 നാനോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആകെ എനർജി 100 watt ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ എത്ര ഫോട്ടോൺസ് ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ തന്നിരിക്കുന്ന ആദ്യം എഴുതാം. ഇവിടെ എനർജി E ഇസ് ഈക്വൽ ടു 100 watt. നമുക്കറിയാം 1 watt ഇസ് ഈക്വൽ ടു 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. സോ നമുക്ക് എഴുതാം 100 ജൂൾസ് പെർ സെക്കൻഡ് ആണ് എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് വരുന്നത്. ഇനി തന്നിട്ടുണ്ട് വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു 400 നാനോമീറ്റർ ആണ്. Wavelength is equal to 400 nanometer. It is equal to 400 into 10⁻⁻9 meter. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. E is equal to ഒരു ഫോട്ടോണിൻ്റെ എനർജി E is equal to h ന്യൂ. സോ h is equal to 6.626 into 10⁻⁻34 ഇൻറ്റു ഇവിടെ ലാംഡയാണ്. സോ എന്താ E is equal to നമുക്കറിയാം h ഇൻറ്റു c ബൈ ലാംഡ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു 3 ഇൻറ്റു 10⁸8 ഡിവൈഡഡ് ബൈ ലാംഡ 400 ഇൻറ്റു 10⁻⁻9 ആണ്. സോ എനർജി ഇസ് ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ 4.969 ഇൻറ്റു 10⁻⁻19 ജൂളാണ് കിട്ടുക. ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ 4.969 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്ന് കിട്ടി. അപ്പം നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ n E is equal to NH nu. ആകെ അവിടെ n ഫോട്ടോൺസ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ NH ന്യൂയുടെ വാല്യൂ ആണ് നമുക്ക് 100 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി 100 ജൂൾസ് പെർ സെക്കൻഡ് ആണ്. അതിൽ n ഇൻറ്റു ഒരു എച്ച് ന്യൂയുടെ വാല്യൂ നമുക്കറിയാം n ഇൻറ്റു 4.969 ഇൻറ്റു 10⁻⁻19 ആണ് 100 ജൂൾസ് പെർ സെക്കൻഡ്. So n is equal to 100 divided by 4.969 into 10⁻⁻19 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 2.012 into 10⁻20 second inverse എന്ന് കിട്ടും.
കിട്ടും. നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വാല്യൂ 2.012 ഇൻറ്റു 10⁻20 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ആ പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ആ കൺവേർഷൻസ് ഒക്കെ ഓർമ്മിച്ച് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണു നമ്മളെ മാക്സ്വെൽ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതും പക്ഷേ നമ്മളുടെ പ്ലാങ്ക് ക്വാണ്ടം തിയറി വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതുമായൊരു ഫിനോമിനയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഈ ഫോട്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ഇലക്ട്രിക് മീൻസ് ഇലക്ട്രോൺ. അപ്പോൾ നോക്കൂ, ലൈറ്റും ഇലക്ട്രോൺസും തമ്മിലുള്ള എന്തോ ഒരു ബന്ധമാണ് ആ പേര് നമുക്കത് മനസ്സിലാവുന്നത് അല്ലേ? എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ഇത് നോക്കൂ, ആദ്യമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പെർഫോം ചെയ്തത് 1887 ഹേർട്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ആ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിലൂടെ അത് പെർഫോം ചെയ്ത സയൻറ്റിസ്റ്റ് ആയിരുന്നു ഹേർട്സ്. പക്ഷേ ഇതിന് സയൻറ്റിഫിക് ആയിട്ട് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഉപയോഗിച്ച് സയൻറ്റിഫിക് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ നടത്തിയത് ആരാ നിങ്ങൾക്കറിയോ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് മനോഹരമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത സയൻറ്റിസ്റ്റാണ് ഐൻസ്റ്റീൻ അല്ലേ? ഐൻസ്റ്റീനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൽ ഒരുപാട് തിയറീസ് നിങ്ങളുടെ മനസ്സിൽ, റിലേറ്റിവിറ്റി തിയറി, E=mc² ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയ എന്തിനാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തിനാ ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത്? നമുക്കറിയാം. ഏതിനായിരിക്കും? നിങ്ങൾക്ക് എന്താ മനസ്സിൽ വന്ന ആൻസർ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിനായിരുന്നു. അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കണം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നിങ്ങൾക്ക് അവിടെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? നമ്മളൊരു മെറ്റൽ എടുത്തിട്ടുണ്ട്. ആ മെറ്റലിലേക്ക് റേഡിയേഷൻസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, തട്ടുന്നു. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മെറ്റലിലെ ആ ചുവന്ന ബോൾ കാണാറില്ലേ, അത് ഇജക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സർട്ടൺ മെറ്റലിലേക്ക് സർട്ടൺ റേഡിയേഷൻസ് നമ്മൾ തട്ടിക്കുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്ന ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സോ ഇറ്റ് ഈസ് എ ഫിനോമിന ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം സർട്ടൺ മെറ്റൽ. എപ്പോഴാണ് ഇജക്റ്റ് ചെയ്യുക? വെൻ റേഡിയേഷൻസ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി സ്ട്രൈക്ക് ഓൺ ഇറ്റ്. അപ്പം നിങ്ങൾ ഈ ഡെഫിനിഷൻ എഴുതി കഴിയുമ്പോൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസി എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അതായത് ചില മെറ്റൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽസ് എപ്പോഴും മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒക്കെയാണ്. ഇവർ പീരിയോഡിക് ടേബിളിൽ എവിടെ കിടക്കുന്ന എലമെൻസാണ്? പറയൂ. അതെ, ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ്. എന്താ ഫസ്റ്റ് ഗ്രൂപ്പിൽ? ആസിമോ ഡൗൺഡ് ഗ്രൂപ്പ്. അവരുടെ അയനൈസേഷൻ എൻതാൽപ്പിക്ക് എന്താ വരിക? നമ്മൾ എന്ത് മാറ്റാൻ വരുന്നത്? ആസിമോ ഡൗൺഡ് ഗ്രൂപ്പ് അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും വലുതായി കിടക്കുന്ന ആൾക്കാർ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ അവർക്ക് അയനൈസേഷൻ എൻതാൽപ്പി മറ്റ് എലമെൻറ്റ്സിനേക്കാൾ വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ചില മെറ്റൽസിലേക്ക് ലൈറ്റ് റേഡിയേഷൻ വന്ന് തട്ടുമ്പോൾ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്ന ഫിനോമിനയെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇത് നമുക്ക് ഒരിക്കലും വേവ് തിയറി വെച്ച് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് പറയണമെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ലാബിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മളത് ചെയ്യുന്നത്. നോക്കൂ, 2 ഇലക്ട്രോഡുകളുണ്ട്. ഈ ഇലക്ട്രോഡ് ഡിറ്റക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരു മെറ്റൽ സർഫസ് വെച്ചിട്ടുണ്ട്, അതിനെ ബാറ്ററിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് റേഡിയേഷൻ ആ മെറ്റൽ സർഫസിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടായ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോണുകളെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. ദിസ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഇജക്റ്റർ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇജക്റ്റഡ് ഫ്രം മെറ്റൽ സർഫസ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോണുകൾ വന്ന് ഡിറ്റക്ടറിൽ തട്ടുമ്പോൾ ഇവിടെ അമീറ്ററിൽ നമുക്കത് വേരിയേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ അറേഞ്ച്മെൻ്റാണ് നമ്മൾ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒന്ന് വരച്ചു വെക്കണം. എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് നോക്കൂ, എന്തൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മെറ്റലിലേക്ക് നമ്മൾ റേഡിയേഷൻസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. മെറ്റലിലേക്ക് റേഡിയേഷൻസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു.
അപ്പം തന്നെ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കൂ, റേഡിയേഷൻ വന്ന് തട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇലക്ട്രോൺ പോകണോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന പരിപാടിയില്ല. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ, ദ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫേസ് as soon as the beam of light strikes the metal surface. There is no time delay. അവിടെ സ്ട്രൈക്ക് ചെയ്ത ഫോട്ടോൺ സ്ട്രൈക്ക് ചെയ്യുന്നു, അപ്പം തന്നെ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നു. ടൈം ഡിലേ അവരിങ്ങനെ വന്നിട്ട് ആലോചിച്ച് നിൽക്കാറേ ഇല്ല. ഫോട്ടോൺ വന്ന് തട്ടിയ ഉടനെ തന്നെ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ റിസൾട്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ്. ഇനി രണ്ടാമത്തെ നോക്കൂ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ejected is proportional to intensity of brightness of light. നോക്കൂ, ഇവിടെ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലൈറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുക. നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ഓരോ ഫോട്ടോൺ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴും ഓരോ ഇലക്ട്രോണാണ് ഇജക്റ്റ് ചെയ്യുക. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൂട്ടണം? ആ വരുന്ന ഫോട്ടോണിൻ്റെ എണ്ണം കൂട്ടണം. അതാണ് പറഞ്ഞത്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് മിനിമം ഫ്രീക്വൻസി നോൺ ആസ് threshold frequency below which photoelectric effectors are not observed. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്യൂട്ടബിൾ ഫ്രീക്വൻസി. ഞാൻ നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. എന്താണ് ഈ സ്യൂട്ടബിൾ ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷന് ഒരു മിനിമം എനർജി ഉള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ ഇലക്ട്രോണുകളെ ഇജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങൾക്കറിയാം, ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനോട് അട്രാക്ട് ചെയ്ത് കിടക്കുകയാണ് അല്ലേ? അപ്പം നമുക്ക് ഇവിടുത്തെ ഇലക്ട്രോണുകളെ ഇജക്റ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് വേണം? ഈ അട്രാക്റ്റീവ് ഇൻട്രാക്ഷനെ ഓവർകം ചെയ്യണം, വേണ്ടേ? അപ്പോൾ ഇവിടെ വരുന്ന ഫോട്ടോണുകൾ ഇലക്ട്രോണുകൾ തട്ടുമ്പോൾ ആ ഫോട്ടോണിൻ്റെ എനർജി ഇലക്ട്രോണ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഇലക്ട്രോണുകൾ ആ എനർജി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷനെ ഓവർകം ചെയ്യാനാണ് അല്ലേ? അപ്പോൾ ഈ അട്രാക്റ്റീവ് ഇൻട്രാക്ഷനെ ഓവർകം ചെയ്യാൻ ഒരു മിനിമം എനർജി ഓരോ മെറ്റലിനെയും ആവശ്യമുണ്ട്. നമ്മൾ അതിനെ വർക്ക് ഫങ്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനാവശ്യമായ മിനിമം ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ന്യൂ നോട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഏത് റേഡിയേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് മനസ്സിലായിപ്പോൾ. നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഓരോ സോഡിയം എടുക്കുമ്പോഴുള്ള വർക്ക് ഫംഗ്ഷൻ അല്ല പൊട്ടാസ്യത്തിന് വരിക, പൊട്ടാസ്യത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ അല്ല സീഷ്യത്തിന് വരിക. ഓരോ മെറ്റലിൽ നിന്നും ഇലക്ട്രോണുകളെ ഫ്രീ ആക്കുന്നതിന് ഒരു മിനിമം ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് ഉപയോഗിക്കണം. നമ്മൾ ആ മിനിമം ഫ്രീക്വൻസിക്ക് പറഞ്ഞ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിന് താഴെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ ഫോട്ടോ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യപ്പെടില്ല. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. സോ നെക്സ്റ്റ് പോയിന്റേഴ്സ്, സപ്പോസ് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ന്യൂ നോട്ടിനേക്കാൾ വളരെ കൂടുതലാണ്. ശരിക്കും നമുക്കൊരു 15 ന്യൂ ആണ്, ജസ്റ്റ് എക്സാമ്പിൾ പറയാം. 15 ന്യൂ ആണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, 15 ഹേർട്സ് ആണ് ഒരു മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ജസ്റ്റ് വിചാരിച്ചോളൂ, ന്യൂ 0 എത്രയാണ്? ഇത്രയുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യപ്പെടും. നമ്മൾ ഉപയോഗിച്ച റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ഇതിനേക്കാൾ വളരെ കൂടുതൽ, ഒരു 30 ഹേർട്സ് ആണെന്ന് വിചാരിക്കൂ. ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 15 ഹേർട്സ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നോക്കൂ, നമ്മളിവിടെ ഉപയോഗിച്ച ഫ്രീക്വൻസി 30 ഹേർട്സ് ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ബാക്കി വരുന്ന ഫ്രീക്വൻസി, അവിടെ എനർജി അവർ എന്തിനാണ് ഉപയോഗിക്കുക ചോദിച്ചാൽ ഈ ഇലക്ട്രോണുകൾ ബാക്കിയുള്ള എനർജി കൈനറ്റിക് എനർജി ആക്കി മാറ്റും.
അപ്പോൾ ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ നോട്ട് ആണ് എങ്കിൽ ആ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ആണ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇത്രയുമാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ക്ലിയർ ആയിട്ടുണ്ടോ നോക്കൂ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രൈക്ക് ചെയ്യുന്ന ഉടനെ തന്നെ ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്യുന്നു. നമ്പർ 2, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് റേഡിയേഷൻ ആയിരിക്കും. പിന്നെ ത്രെഷോൾഡ് ഫ്രീക്വൻസി വേണം. പിന്നെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ 4 പോയിന്റാണ്. ഈ 2 കാര്യങ്ങൾ എഴുതി വെക്കണം. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ, ഇത് പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി എന്നുള്ളതും, അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഈ 2 പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കാം. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഓർ ഒബ്സർവേഷൻസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. കൃത്യമായി പഠിക്കണം. നെക്സ്റ്റ് വൺ, നമ്മളുടെ ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടാൻ കാരണം ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ നമ്മളെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിനാണ്. 1905 ഐൻസ്റ്റീൻ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഒന്ന് നമുക്ക് നോക്കാം. എ ബീം ഓഫ് ലൈറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് ഷൂട്ടിംഗ് ഓഫ് ബീം ഓഫ് പാർട്ടിക്കിൾ, ദ ഫോട്ടോൺ. ഒരു ബീം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ നമ്പർ ഓഫ് ഫോട്ടോൺ, എനർജി പാക്കറ്റ് ആണ് എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്, നമ്മളെ പ്ലാങ്ക് പറഞ്ഞ പോലെ. നമ്പർ 2, ഇനി ആ ഫോട്ടോൺ വന്ന് മെറ്റലിൻ്റെ മുകളിൽ തട്ടുന്ന സമയത്ത്, അപ്പോൾ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ് ഓഫ് എനർജി ആണ്. ലൈറ്റ് റേഡിയേഷൻ കണ്ടെയ്ൻസ് പാക്കറ്റ്സ് ഓഫ് എനർജി, ഒന്നാമത്തെ പോയിന്റ്. ഇനി ഇത് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് it transfers its energy instantaneously to the electron and the electron is ejected without any time lag. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എനർജി ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോണുകൾ ടൈം ലാഗ് ഇല്ലാതെ ഇജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നു, ഗ്രേറ്റർ ദി എനർജി പൊസസ്ഡ് ബൈ ദി ഫോട്ടോൺ, ഗ്രേറ്റർ വിൽ ബി ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ടു ദ ഇലക്ട്രോൺ ആൻഡ് ഗ്രേറ്റർ ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോണിൽ ഉള്ള എനർജി കൂടും തോറും അത്രയും എനർജി ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോണുകൾ അതെന്ത് ചെയ്യുന്നു, കൈനറ്റിക് എനർജി ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ്റെ എനർജി കൂടും തോറും ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, മിനിമം ഫ്രീക്വൻസി ന്യൂ നോട്ടാണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ എച്ച് ന്യൂ നോട്ടാണ് നമ്മളെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അവിടെ മിനിമം എനർജി റിക്വയർഡ് നമ്മൾ വർക്ക് ഫങ്ഷൻ എന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ നോട്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എച്ച് ന്യൂ ആണെന്ന് വിചാരിക്കും. സോ നമ്മൾ ഉപയോഗിച്ച റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എച്ച് ന്യൂ ആണ്. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ നോട്ടിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ എച്ച് ന്യൂ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒന്നാമത് ഇലക്ട്രോണ് ആ മിനിമം ഫ്രീക്വൻസി ഉപയോഗിച്ച് അട്രാക്റ്റീവ് ഇൻട്രാക്ഷനെ ഓവർകം ചെയ്യും. നമ്മളതിനെ വർക്ക് ഫങ്ഷൻ അല്ലെങ്കിൽ എച്ച് ന്യൂ നോട്ട് എന്ന് പറയുന്നു. ന്യൂ നോട്ട് ഇസ് എ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ബാക്കി എന്തായിട്ടാണ് മാറുന്നത് പറഞ്ഞാൽ നമ്മൾ കൈനറ്റിക് എനർജി. സോ എച്ച് ന്യൂ ഇൻറ്റു പ്ലസ് കൈനറ്റിക് എനർജി. അപ്പോൾ എനർജി എച്ച് ന്യൂ is equal to എച്ച് ന്യൂ നോട്ട് പ്ലസ് കൈനറ്റിക് എനർജി ഓർ എച്ച് ന്യൂ is equal to എച്ച് ന്യൂ നോട്ട് പ്ലസ് ഹാഫ് mv². ഇതാണ് ഐൻസ്റ്റീൻ ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വരുന്ന റേഡിയേഷൻ്റെ എനർജി ഇത്രയാണ്, അത് ന്യൂ നോട്ടിനേക്കാൾ വളരെ കൂടുതലാണ്. സോ ഇത് 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മെറ്റലിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ ആ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഓവർകം ചെയ്യുന്നതിനും ബാക്കി എനർജി കൈനറ്റിക് എനർജി ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സോ എച്ച് ന്യൂ is equal to എച്ച് ന്യൂ നോട്ട് പ്ലസ് ഹാഫ് mv². ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ശ്രദ്ധിച്ചു കേൾക്കാം. The threshold frequency nu naught for a metal is 7 × 10⁻14 second inverse.
calculate the kinetic energy of an electron emitted when radiation of frequency nu is equal to 1.0 into 10 raised to 15 second inverse hits the metal. കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താ ചോദിച്ചാൽ നോക്കൂ, ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ നോട്ട് ഫോർ എ മെറ്റലസ് തന്നിട്ടുണ്ട്. ന്യൂ നോട്ട് ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 7 into 10 raised to 14 second inverse എന്ന് തന്നിട്ടുണ്ട്. ഇനി റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഇത്രയാണ്, 1 into 10 raised to 15 second inverse ആണ് നമ്മൾ ഉപയോഗിച്ച റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. കാൽക്കുലേറ്റ് ദി കൈനറ്റിക് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? വി ഹാവ്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ നോട്ട് പ്ലസ് കൈനറ്റിക് എനർജിയാണ് അല്ലേ. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് എഴുതാൻ പറ്റുക? എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ നോട്ട് അല്ലേ. ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? So we can substitute 6.626 into 10 raised to minus 34 into ന്യൂൻ്റെ വാല്യൂ എത്രയാണ്? 1 into 10 raised to 15 second inverse എന്നാണ്. സോ ഞാൻ എഴുതി 10 into 10 raised to 14 മൈനസ് നമുക്ക് എഴുതാം 7 into 10 raised to 14 എന്നെഴുതി. So we can write, next one is we can write 6.626 into 10 raised to minus 34 into 3 into 10 raised to 14 എന്നെഴുതി. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. നിങ്ങൾക്ക് കിട്ടും 1.988 into 10 raised to minus 19 ജൂൾ ആണ് കൈനറ്റിക് എനർജി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അപ്പോൾ വരുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി 1 into 10 raised to 15 ആണ്. മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് 7 into 10 raised to 14 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ബാക്കി നമുക്ക് എത്ര ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി കിട്ടി എന്നാണ് ക്വസ്റ്റ്യൻ. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ നോട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 1.988 into 10 raised to minus 19 ജൂൾ എന്ന് കിട്ടി. മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ റൂദർഫോർഡ് ആറ്റം മോഡൽ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് മാക്സ്വെല്ലിൻ്റെ വേവ് തിയറി പറഞ്ഞു. വേവ് തിയറിയുടെ മെറിറ്റ് ആയിരുന്നു ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വേവ് തിയറി നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. വേവ് തിയറി ഉണ്ട് എന്ന് നമ്മൾ വേവ് നേച്ചർ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച ശേഷം മാത്രമാണ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അറ്റോമിക് സ്പെക്ട്രം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഒക്കെ ബേസ്ഡ് ഓൺ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ദിസ് റേഡിയേഷനാണ്. അപ്പം നമുക്ക് ഈ നെറ്റ് റിസൾട്ട് നമുക്ക് എന്താ മനസ്സിലായത്? മാക്സ്വെല്ലിൻ്റെ വേവ് തിയറി നമുക്കറിയണം, അതുപോലെ തന്നെയാണ് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ റേഡിയേഷന്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഡ്യുവൽ ബിഹേവിയർ ഉണ്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഡ്യുവൽ ബിഹേവിയർ ഉണ്ട്. ഏതിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്? വേവിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, ഒപ്പം തന്നെ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. പക്ഷേ വേവിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷൻസും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് മാക്സ്വെൽ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതും പക്ഷേ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതുമായ റേഡിയേഷൻ്റെ പ്രോപ്പർട്ടീസാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പഠിച്ചു, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും പഠിച്ചു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.